ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ. നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ട് കിട്ടുന്നതും എന്നാൽ നമ്മൾ ആരും തന്നെ അതിൻ്റെ യഥാർത്ഥ ഗുണങ്ങൾ തിരിച്ചറിഞ്ഞ് പതിവായിട്ട് കഴിക്കാത്തതുമായിട്ടുള്ള ഏക വസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എള്ളായിരിക്കും. അതായത് എൻ്റെ യഥാർത്ഥ ഗുണങ്ങൾ നമ്മൾക്ക് ആർക്കും അറിയില്ല എന്നും ഇത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് നമുക്ക് ഓരോ രോഗങ്ങൾക്കും ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യവും അറിയില്ല. അതായത് നമുക്ക് ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കൺട്രോൾ ചെയ്യാൻ പോലും നമുക്ക് ഈ പറയുന്ന എള്ളിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഈ എള്ളിനെ നമ്മൾ സീസമം ഇൻഡിക്കം എന്നാണ് നമ്മൾ ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം പറയുന്നത്. ഏകദേശം 5000 വർഷത്തിന് മുൻപ് തന്നെ ഈ പറയുന്ന എള്ളിൻ്റെ ഉപയോഗം നമ്മുടെ പല ഭാഗത്തും, അതായത് ലോകത്തിൻ്റെ പല ഭാഗത്തും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ആയുർവേദ മരുന്നുകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്ന ഒന്നാണ് തൈലങ്ങൾ. അപ്പോൾ തൈലങ്ങളിലെല്ലാം തന്നെ നമ്മൾ പൊതുവായിട്ട് ചേർക്കുന്നത് തില തൈലം എന്ന് പറയും. അതായത് എള്ളെണ്ണയാണ് നമ്മൾ കൂടുതലായിട്ട് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യാവസായിക അടിസ്ഥാനത്തിലും ആഹാരത്തിൻ്റെ ഭാഗമായിട്ടും ഒരുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അതായത് എക്സ്റ്റേണലിയും ഇന്റേണലിയും ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ മികച്ച ഒരു ഔഷധമായിട്ട് തന്നെ നമുക്ക് ഈ പറയുന്ന എള്ളിനെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. എള്ളിൻ്റെ അകത്ത് പ്രധാനമായിട്ടും 2 തരത്തിലാണ് നമുക്ക് എള്ള് കിട്ടുന്നത്. ഒന്ന് വെളുത്ത നിറത്തിലും അതുപോലെ തന്നെ കറുത്ത നിറത്തിലുമാണ് നമുക്ക് എള്ള് കിട്ടുന്നത്. പക്ഷേ കറുത്ത എള്ളിലാണ് എപ്പോഴും ആരോഗ്യപരമായ ഗുണങ്ങൾ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഈ പറയുന്ന എള്ളിൻ്റെ ഗുണങ്ങളെന്നും പ്രമേഹ രോഗം കൺട്രോൾ ചെയ്യുന്നതിനും കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുന്നതിനും അമിതവണ്ണം കൺട്രോൾ ചെയ്യുന്നതിനും ഇനി ആർത്തവ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും ഒക്കെ നമുക്ക്, അതായത് മെനോപോസിൻ്റെ സമയത്തും ഒക്കെ നമുക്ക് എങ്ങനെ കഴിക്കാം എന്നുള്ള കാര്യങ്ങളും മറ്റ് പല ഉപയോഗങ്ങളും ഇന്നത്തെ എപ്പിസോഡിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അറിയാനുള്ളത്, ഇതിൻ്റെ അകത്ത് നമുക്ക് HDL കൊളസ്ട്രോൾ, അതായത് നമ്മുടെ ശരീരത്തിന് വേണ്ട നല്ല കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ചീത്ത കൊളസ്ട്രോളിനെ കുറച്ച് നിർത്താനും ഇതിന് സഹായിക്കും. ഇതിൻ്റെ കാരണം ഇതിൻ്റെ അകത്ത് ഫാറ്റിൻ്റെ അളവ് വളരെ കുറവാണ് എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ഫൈബറിൻ്റെ അളവ് ഉയർന്ന അളവിൽ നമ്മുടെ ശരീരത്തിന് കിട്ടും. ഏകദേശം 1 ഔൺസ് നമ്മൾ എടുത്തിട്ട് ഇത് കഴിക്കുകയാണ്, അല്ലെങ്കിൽ ഏകദേശം നമ്മൾ 1 ടേബിൾ സ്പൂൺ നമ്മൾ എടുത്ത് കഴിക്കുകയാണെങ്കിൽ, അതായത് 9 ഗ്രാം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് 55 കലോറി ഊർജ്ജം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസും വൈറ്റമിൻസും കാർബോഹൈഡ്രേറ്റും ഇനി വളരെ കുറഞ്ഞ അളവിൽ ഫാറ്റും ഫൈബറും നമ്മുടെ ശരീരത്തിന് കിട്ടുന്നുണ്ട്. വൈറ്റമിൻ B1, B2, B3 അതുപോലെ തന്നെ B9, പിന്നീട് നമുക്ക് വൈറ്റമിൻ ഇ മുതലായിട്ടുള്ള വൈറ്റമിൻസും കാൽസ്യം, അയൺ, മഗ്നീഷ്യം, സിങ്ക്, ഫോസ്ഫറസ് മുതലായിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള അയൺ തുടങ്ങിയിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള മിനറൽസും നമ്മുടെ ശരീരത്തിന് ഈ പറയുന്ന എള്ളിന് തരാനായിട്ട് സാധിക്കും. ഇനി എള്ള് നമ്മൾ പതിവായിട്ട് 1 സ്പൂൺ വെച്ചിട്ട് നമ്മൾ, അതായത് 1 ടേബിൾ സ്പൂൺ വെച്ചിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള നല്ല കൊളസ്ട്രോളിനെ ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട്, അതായത് പലർക്കും HDLൻ്റെ അളവ് കുറഞ്ഞു നിൽക്കുന്ന അവസ്ഥയും ട്രൈഗ്ലിസറൈഡ് കൂടുതലായിട്ട് കാണുകയും ചെയ്യപ്പെടുന്ന അവസ്ഥകളിൽ നമുക്ക് ഈ എള്ള് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എള്ള് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ കഴിക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ അയൺ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ അനീമിയ പോലുള്ള രോഗങ്ങളും ഈ വിളർച്ച, അതായത് നമുക്ക് രക്തക്കുറവൊക്കെ വരുന്ന കണ്ടീഷൻസിലൊക്കെ നമുക്ക് ഇത് കഴിക്കാനായിട്ട് സാധിക്കും. ഇനി കാൽസ്യത്തിൻ്റെയും വൈറ്റമിൻ ഡിയുടെയും നല്ലൊരു സോഴ്സാണ് ഈ പറയുന്ന നമ്മുടെ എള്ള്. അപ്പോൾ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ നമ്മൾ എള്ള് പൊടിച്ചതിന് ശേഷം നമ്മൾ പതിവായിട്ട്, അതായത് വറുത്ത് പൊടിച്ച് ആ എള്ള് നമ്മൾ പതിവായിട്ട് 1 ടേബിൾ സ്പൂൺ നമ്മൾ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കാൽസ്യത്തിൻ്റെ കണ്ടന്റ് ശരീരത്തിൽ കൂടാനും അതിലൂടെ തന്നെ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കിട്ടുന്നതിനും ഒക്കെ ഇത് വളരെയേറെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഡ്രൈ സ്കിൻ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എള്ള് പതിവായിട്ട് ഓരോ സ്പൂൺ വെച്ച് കഴിച്ചാൽ ഇതിൻ്റെ അകത്ത് നമ്മുടെ ശരീരത്തിന് കൂടുതലായിട്ട് ഒരു തർപ്പണ പ്രാധാന്യത്തോടു കൂടി, അതായത് ശരീരത്തിൻ്റെ സ്കിന്നിന് കുറച്ചുകൂടി ഒരു എലാസ്റ്റിസിറ്റിയൊക്കെ കൂടുന്നതിനും അതുപോലെ തന്നെ ഡ്രൈനെസ് മാറ്റിയെടുക്കുന്നതിനും ഇത് വളരെയേറെ സഹായിക്കുന്നുണ്ട്. ഇനി ഓസ്റ്റിയോപൊറോസിസ് പോലുള്ള തേയ്മാനം മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ, സന്ധിവേദന, അതുപോലെ തന്നെ എല്ലിൻ്റെ ബലക്കുറവ് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് എള്ള് വറുത്ത് പൊടിച്ചത് ഓരോ സ്പൂൺ വെച്ചിട്ട് നമ്മൾ പതിവായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെയേറെ ഫലപ്രദമാണ്. ഇനി സ്ത്രീകളിൽ ഉണ്ടാവുന്ന ആർത്തവ വിരാമ സമയത്ത് ഉണ്ടാവുന്ന ഒട്ടനവധി മാനസിക സമ്മർദ്ദങ്ങളും ഹോർമോൺ ബാലൻസ്, അതായത് നമുക്ക് ബാലൻസ് കുറയുന്ന ആ ഇംബാലൻസ് എന്ന് പറയുന്ന അവസ്ഥയിലും നമുക്ക് ഈ പറയുന്ന രീതിയിൽ എള്ള് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. ഞാൻ നേരത്തെ തന്നെ അവലും എള്ളും കൂടെ ചേർത്തിട്ട്, കപ്പലണ്ടിയൊക്കെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് നെയ്യിൽ ഫ്രൈ ചെയ്ത് എടുക്കുന്ന രീതിയിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ആ രീതിയിൽ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ഏകദേശം ഒരു 2 ടീസ്പൂൺ വീതം നമ്മൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി ഇത് ഉപയോഗിക്കാനും സാധിക്കും. നമുക്ക് ഇത്തരത്തിലുള്ള ഹോർമോൺ ബാലൻസ് ഒക്കെ കുറയ്ക്കാൻ പറ്റും. തിലക്വാത ചൂർണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിത് വാങ്ങാനും കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ വാങ്ങിയിട്ട് വേണമെങ്കിൽ നമുക്കിത് കഴിക്കാൻ പറ്റുന്നതാണ്. പിന്നീട് എള്ളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിൽ ഉണ്ടാവുന്ന ഓർമ്മക്കുറവ്, ബുദ്ധിവികാസമൊക്കെ പ്രോപ്പറായിട്ട് വരുന്നതിനും നന്നായിട്ട് പഠനത്തിൽ ശ്രദ്ധിക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എള്ള് കുട്ടികൾക്ക് നൽകാനായിട്ട് സാധിക്കും. അതായത് എള്ള് നമ്മൾ 2 ടീസ്പൂൺ എടുക്കുക, അതുപോലെ തന്നെ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ശർക്കര പൊടിച്ചതും കൂടി നമ്മൾ ചേർക്കുക. പിന്നീട് അതിൻ്റെ അകത്ത് കുറച്ച് നമ്മുടെ നെയ്യും കൂടെ, അതായത് നെയ്യ് എടുക്കുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ നെയ്യും കൂടി എടുത്ത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് കുട്ടികൾക്ക് പതിവായിട്ട് കൊടുക്കുക. ഇത് 2 രീതിയിൽ കൊടുക്കാം, കോരി കഴിക്കുന്ന രീതിയിലും കൊടുക്കാം. ഇനി നമുക്ക് ചെറിയ എള്ള് ഉണ്ടകൾ പോലെ ആക്കിയിട്ട് നമുക്ക് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുത്താലും വളരെ സ്വാദിഷ്ടമായിട്ട് കുട്ടികൾ കഴിച്ചോളും. അതുപോലെ തന്നെ നമുക്ക് അനീമിയ, രക്തക്കുറവ് മുതലായിട്ടുള്ള പ്രശ്നങ്ങളുള്ള സമയത്ത് നമുക്ക് എള്ള് വറുത്ത് പൊടിച്ചത് 1 ഗ്ലാസ് പാലിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൂടുതലായിട്ട് ഹീമോഗ്ലോബിൻ കണ്ടൻ്റൊക്കെ വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് വളരെയേറെ സഹായിക്കുന്നുണ്ട്. ഇനി ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആളുകളെ സംബന്ധിച്ച്, അതായത് രോഗപ്രതിരോധ ശേഷി നന്നേ കുറഞ്ഞിരിക്കുകയും ഇടയ്ക്കിടയ്ക്ക് വിട്ടുമാറാതെ ജലദോഷം, തുമ്മൽ മുതലായിട്ടുള്ള നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയുന്ന രീതിയിലുണ്ടാകുന്ന അസുഖങ്ങളുള്ള സമയത്ത് നമുക്ക് ഈ എള്ള് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം. കറുത്ത എള്ള് ഏകദേശം 2 ടേബിൾ സ്പൂൺ നമ്മൾ എടുക്കുക. അതിനെ നന്നായിട്ട് വറുത്ത് പൊടിച്ചതിന് ശേഷം 1 ഗ്ലാസ് പാലിൻ്റെ അകത്ത് മിക്സ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമ്മൾ 2 നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ഈ പാലിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്ത് ഇത് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം 1 നുള്ള്, അതായത് ഏകദേശം ഒരു 1/4 ടീസ്പൂണിന് താഴെ നെയ്യ് കൂടി മിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വളരെ നല്ല രീതിയിൽ നമുക്ക് കുറച്ച് നിർത്താനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നീട് ഗർഭിണികളായിരിക്കുന്ന സ്ത്രീകൾക്ക് അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇടയ്ക്ക്, അതായത് ആഴ്ചയിൽ 1-2 പ്രാവശ്യം അവർക്ക് എള്ള് ഓരോ ടീസ്പൂൺ വെച്ചിട്ട് കറുത്ത എള്ള് കഴിക്കാവുന്നതാണ്. ഇനി ഗർഭാവസ്ഥയൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മമാർക്ക് ഉണ്ടാവുന്ന മുലപ്പാലിൻ്റെ കുറവ്, അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് വറുത്ത് പൊടിച്ച എള്ള് പാലിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട്, അതായത് 1 ഗ്ലാസ് പാലിൻ്റെ അകത്ത് മിക്സ് ചെയ്തതിന് ശേഷം പതിവായിട്ട് നമ്മൾ കഴിക്കുന്നത് മുലപ്പാൽ വർദ്ധിക്കുന്നതിന് വളരെയേറെ സഹായിക്കും. ഇനി പ്രമേഹ രോഗികൾക്ക് ഉണ്ടാവുന്ന പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ്, അതായത് പ്രമേഹം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടും പ്രമേഹം ഉണ്ടായി കഴിയുമ്പോൾ ഉണ്ടാവുന്ന ക്ഷീണം മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി, നമ്മുടെ കണ്ണിൻ്റെ അകത്ത് ഉണ്ടാവുന്ന ഈ പ്രമേഹം കൊണ്ടുണ്ടാവുന്ന കോംപ്ലിക്കേഷൻ, കാഴ്ചശക്തി കുറയ്ക്കുന്ന അവസ്ഥയും, ഇനി നമുക്കുണ്ടാവുന്ന ഡയബറ്റിക് ന്യൂറോപ്പതി മുതലായിട്ടുള്ള അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് എള്ള്. അപ്പോൾ ഈ എള്ള് നമ്മൾ ഉപയോഗിക്കാനുള്ളത് 1 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം, അതായത് ഭയങ്കരമായിട്ട് വെട്ടിത്തിളയ്ക്കുന്ന വെള്ളമല്ല, ഒരു മീഡിയം ആയിട്ട് നമുക്ക് ഇളം ചൂടുവെള്ളം അല്ലെ വാട്ടവെള്ളം എന്ന് പറയില്ലേ, ആ അവസ്ഥയിൽ എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് എള്ള് ചതച്ചത് 1 ടേബിൾ സ്പൂൺ മിക്സ് ചെയ്തിട്ട് 1 രാത്രി പൂർണ്ണമായിട്ടും വെച്ചിരിക്കുക. അപ്പോൾ ഇത് എള്ള് വെന്ത വെള്ളം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇട്ട് വെച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് ഈ എള്ള് ഉൾപ്പെടെ നമ്മൾ ചവച്ചരച്ച് ഈ വെള്ളം കൂടി ചേർത്ത് കഴിക്കുന്നത് നമുക്ക് പ്രമേഹ രോഗം നിയന്ത്രിക്കാനും പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് നല്ല രീതിയിൽ കുറച്ച് നിർത്താനും സാധിക്കും. ഇനി എള്ളിന് നല്ല രീതിയിലുള്ളൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നീർക്കെട്ട്, സന്ധിവേദന മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്ത് എള്ള് പതിവായിട്ട് കഴിക്കുന്നത് നമ്മുടെ ഇത്തരത്തിലുള്ള വേദനകളും സന്ധിവേദനകളും മറ്റുമൊക്കെ കുറയുന്നതിനും മസിലിൻ്റെ പിടുത്തം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറയാനും അത്യാവശ്യം ശരീരത്തിൽ നല്ല രീതിയിൽ കാൽസ്യം കിട്ടിയിട്ട് നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കും കുറച്ചുകൂടി ഒരു ആരോഗ്യം കിട്ടുന്നതിനുമൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എള്ള് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഒട്ടനവധി ഉപയോഗങ്ങളുള്ള എന്നാൽ നമ്മൾക്ക് ആർക്കും അറിയാത്ത ഒരു മരുന്നാണ് എള്ള് എന്ന് പറയുന്നത്. അപ്പോൾ എള്ള് നമ്മൾ പതിവായിട്ട് കഴിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും, അതായത് ഒരു ഏജ് ബാർ വെച്ച് പറയാൻ പറ്റുന്ന ഒന്നല്ല, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും വയസ്സായിട്ടുള്ള ആളുകൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് എള്ള്. ഒരുപാട് പേർക്ക് ഇതിനെ പറ്റിയിട്ട് അറിയാത്തത് കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എള്ളിനെ പറ്റിയിട്ട് പറഞ്ഞത്. അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കമൻ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക. കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.